എപ്പോഴെങ്കിലും രാത്രി ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഈ കാണുന്ന പ്രപഞ്ചം അതെത്ര വലുതായിരിക്കും? അതിന്റെ ആ ഭീമാകാരമായ വലിപ്പം നമ്മൾ എങ്ങനെയാവുന്ന മനസ്സിലാക്കുക? അപ്പോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. ഒരു ഗാലക്സിയെ എങ്ങനെയാണ് അളക്കുന്നത് എന്നതിന് പിന്നിലെ ആ രഹസ്യം നമുക്ക് വളരെ ലളിതമായി ഒന്ന് പൊളിച്ചെടുക്കാം. റെഡിയല്ലേ? തുടങ്ങാം. അപ്പോ നമുക്ക് ആ ഒരു അടിസ്ഥാന ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പ്രപഞ്ചം സത്യത്തിൽ എത്ര വലുതാണ്? ശരിക്കും പറഞ്ഞാൽ ഉത്തരം കണ്ടെത്താൻ പറ്റുമോ എന്ന് പോലും സംശയം തോന്നുന്ന ഒരു ചോദ്യം അല്ലേ? പക്ഷെ അറിയാമോ, ഈയൊരു ചോദ്യമാണ് ജ്യോതിശാസ്ത്രജ്ഞരെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. 40 ട്രില്യൺ കിലോമീറ്റർ. ഇതൊരു ഭീമാകാരമായ സംഖ്യ തന്നെയല്ലേ? എന്നാൽ കേട്ടോളൂ, ഇത് പ്രപഞ്ചത്തിന്റെ വലിപ്പമൊന്നുമല്ല. നമ്മുടെ സൂര്യൻ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നക്ഷത്രത്തിലേക്കെത്താനുള്ള ദൂരം. വെറും അത്രമാത്രം. സത്യം പറഞ്ഞാൽ ഇതാണ് ജ്യോതിശാസ്ത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെയൊക്കെ ചിന്തകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഇത്തരം ഭ്രാന്തൻ സംഖ്യകൾ. അതെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലെ കിലോമീറ്ററും മീറ്ററും ഒന്നും വെച്ച് ഈ കളി കളിക്കാൻ പറ്റില്ല. ഈ ഭയങ്കര വലിയ സംഖ്യകളെ ഒന്ന് മെരുകിയെടുക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവുമായിരുന്നുള്ളൂ. അപ്പോൾ അവരെങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അളവുകളെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തതെന്ന് നോക്കിയാലോ? ഒരു വഴി സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയും. അതായത് ഒരുപാട് പൂജ്യങ്ങളിങ്ങനെ വലിച്ചുവാരി എഴുതുന്നതിന് പകരം സംഖ്യകളെ 10ന്റെ പവറായിട്ടങ്ങ് ചുരുക്കി എഴുതും. ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും. പക്ഷേ പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ അളക്കാൻ ഇതിലും അടിപൊളി, ഇതിലും സിമ്പിളായൊരു വഴിയുണ്ട്. ആ വഴിയാണ് പ്രകാശവർഷം. കേട്ടിട്ടില്ലേ? പ്രപഞ്ചത്തിന്റെ ആ അതിവിശാലമായ ദൂരങ്ങളില്ലേ, അത് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു അളവുകോലാണിത്. എന്താണ് സംഭവമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോ എന്താണ് ഒരു പ്രകാശവർഷം? വളരെ സിമ്പിളാണ്. പ്രകാശം, അതായത് ലൈറ്റ്, ഒരു വർഷം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുമോ അതാണ് ഒരു പ്രകാശവർഷം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പലർക്കും തെറ്റുന്ന ഒന്നാണ്. വർഷമെന്ന് കേൾക്കുമ്പോൾ ഇത് സമയത്തിന്റെ അളവാണെന്ന് തോന്നും. പക്ഷെ അല്ല, പ്രകാശവർഷം എന്നത് ദൂരത്തിന്റെ, ഡിസ്റ്റൻസിന്റെ ഒരു യൂണിറ്റാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്നറിയാമോ? പ്രകാശത്തിന്റെ വേഗത. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയ സംഗതിയാണത്. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ വേഗത എപ്പോഴും ഒന്നായതുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രകാശവർഷം എന്ന അളവും എപ്പോഴും കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിതിനെ ഇത്രയധികം വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പൊ ആലോചിച്ചു നോക്കൂ, ആ ഒരു ഭ്രാന്തൻ വേഗതയിൽ ഒരു വർഷം മുഴുവൻ നിർത്താതെ സഞ്ചരിച്ചാൽ പ്രകാശം എത്ര ദൂരം പോകും? ദാ ഇത്രയും പോകും. ഏകദേശം 9.5 ട്രില്യൺ കിലോമീറ്റർ. അപ്പോ നമ്മുടെ പുതിയ അളവുകോൽ, നമ്മുടെ പുതിയ ടേപ്പ്, അതെത്ര വലുതാണെന്നൊന്ന് ഓർത്തു നോക്കൂ. ശരി, അപ്പൊ നമ്മുടെ കയ്യില് പുതിയൊരു അളവുകോലുണ്ട്. ഇനി ഇത് വെറുതെ കയ്യിൽ വെച്ചിരുന്നാ മതിയോ? പോരല്ലോ. നമുക്കിത് വെച്ച് ഒരു ചെറിയ പ്രപഞ്ചയാത്ര പോയിട്ട് വരാം. നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരിടത്തുനിന്നാണ്. നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റോപ്പ് നമ്മുടെ സ്വന്തം വീട്, ഭൂമി. ഏകദേശം 13,000 കിലോമീറ്റർ വ്യാസമുള്ള ഈ ഗോളത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ അളവുകളും തുടങ്ങുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ ഇതിനെ ഇത്ര സ്പെഷ്യലാക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ പുറത്തുള്ള ദ്രാവക രൂപത്തിലുള്ള വെള്ളം തന്നെ. അടുത്ത സ്റ്റോപ്പ് നമ്മുടെ സൂര്യൻ. ന്യൂക്ലിയർ റിയാക്ഷൻസ് കാരണം കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു ഭീമൻ ഗ്യാസ് ഗോളമാണിത്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ രാത്രി ആകാശത്ത് കാണുന്ന ഓരോ നക്ഷത്രവും ഇതുപോലെ ഓരോ സൂര്യനാണ്. പക്ഷെ അവയൊക്കെ ഒരുപാട് ദൂരെയാണ്. ദാ ഇപ്പോഴാണ് നമ്മുടെ പുതിയ യൂണിറ്റിന്റെ ഉപയോഗം വരുന്നത്. സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് എത്ര ദൂരമുണ്ട്? വെറും 4.3 പ്രകാശവർഷം. 40 ട്രില്യൺ കിലോമീറ്റർ എന്ന് കേൾക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് 4.3 പ്രകാശവർഷമെന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോ കാര്യം പിടികിട്ടിയില്ലേ? ശരി, നമുക്ക് യാത്ര കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം. രാത്രി ആകാശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഓറിയോൺ നെബുലയില്ലേ, അങ്ങോട്ടേക്ക് ഏകദേശം 1400 പ്രകാശവർഷം ദൂരമുണ്ട്. കണ്ടോ, വലിയ വലിയ ദൂരങ്ങൾ വരുമ്പോൾ പ്രകാശവർഷം എന്ന ആശയം എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഓക്കേ, ഇനി നമ്മളൊരു വലിയ സൂം ഔട്ട് ചെയ്യാൻ പോകുകയാണ്. അടുത്തുള്ള നക്ഷത്രങ്ങളെയൊക്കെ വിട്ട് നമ്മൾ താമസിക്കുന്ന ആ നക്ഷത്ര നഗരത്തെ, നമ്മുടെ സ്വന്തം ഗാലക്സിയായ ക്ഷീരപഥത്തെ മൊത്തത്തിലൊന്ന് നോക്കാൻ പോകുകയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും തല കറങ്ങാൻ പോകുന്നത്. തൊട്ടടുത്ത നക്ഷത്രത്തിലേക്ക് വെറും 4.3 പ്രകാശവർഷം, അല്ലേ? എന്നാൽ നമ്മുടെ ക്ഷീരപഥം എന്ന ഈ ഗാലക്സിയുടെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് എത്ര ദൂരമുണ്ടെന്നറിയാമോ? ഏകദേശം 1 ലക്ഷം പ്രകാശവർഷം.
ആ ഒരു വ്യത്യാസം ഒന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ സൂര്യൻ, ഈ ഭൂമിയേക്കാളൊക്കെ എത്രയോ വലുതാണെന്ന് നമ്മൾ കരുതുന്ന ഈ സൂര്യൻ, ക്ഷീരപഥം എന്ന ഈ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള നഗരത്തിലെ ഒരു പൊട്ടുപോലെയുള്ള നക്ഷത്രം മാത്രമാണ്. നമ്മുടെ ഗാലക്സി എത്രമാത്രം വലുതാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നൊരു സത്യം. ഇത്രയും വലിയ സംഖ്യകളും ദൂരങ്ങളുമൊക്കെ കേട്ടിട്ട് ഈ പ്രപഞ്ചവും നമ്മളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, ആ ബന്ധം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ളതാണ്. വലിയ നക്ഷത്രങ്ങൾക്ക് ഒരു ജീവിതചക്രമുണ്ട്. അവ കത്തിജ്വലിക്കുമ്പോൾ ഉള്ളിൽ പുതിയ പുതിയ മൂലകങ്ങൾ ഉണ്ടാകുന്നു. ഒടുവിൽ അവയുടെ ഇന്ധനമൊക്കെ തീരുമ്പോൾ ഒരു ഭയങ്കര സ്ഫോടനത്തോടെ അവ പൊട്ടിത്തെറിക്കും. എന്നിട്ട് അവയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പദാർത്ഥങ്ങളെല്ലാം ഗാലക്സിയിലേക്ക് തിരികെ കൊടുക്കും. ഒരു കോസ്മിക് റീസൈക്ലിംഗ് പോലെ. അപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് ഈ വിശകലനത്തിലെ ഏറ്റവും ഗംഭീരമായൊരാശയത്തിലേക്കാണ്. മനുഷ്യരായ നമ്മൾ അക്ഷരാർത്ഥത്തിൽ റീസൈക്കിൾ ചെയ്ത നക്ഷത്രങ്ങളുടെ പൊടി കൊണ്ട് നിർമ്മിച്ചവരാണ്. ആ ഒരു വാചകം അതൊന്ന് മനസ്സിലിട്ട് ആലോചിച്ചു നോക്കൂ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ആറ്റവും ഈ നിമിഷം നിങ്ങളെ നിങ്ങളാക്കുന്ന കാർബൺ, ഓക്സിജൻ, അതെല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് ഒരു നക്ഷത്രത്തിന്റെ ഉള്ളിൽ വെച്ചുണ്ടായതാണ്. പ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധം അത്രയേറെ ആഴത്തിലുള്ളതും അത്രയേറെ പേഴ്സണലുമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ കാണുന്നത് ദൂരെ എവിടെയോ മിന്നുന്ന നക്ഷത്രങ്ങളെ മാത്രമാണോ, അതോ നിങ്ങളുടെ തന്നെ ഉത്ഭവത്തിന്റെ ഒരു പ്രതിഫലനമാണോ? കാരണം നക്ഷത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ തന്നെയാണ് കാണുന്നത്.